Good evening, sir. Good evening. Good evening. Class start ചെയ്യാം sir. Okay. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് താപം നിത്യജീവിതത്തിൽ, ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ് എന്ന ചാപ്റ്റർ ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം sir. ഓക്കെ, നമ്മളിന്ന് ഹീറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. താപത്തിനെ കുറിച്ചാണ്, ഹീറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി സ്റ്റഡി അബൌട്ട് താപം. ഹീറ്റ് അതായത് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം എന്ന് പറയുന്നത്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മ്യൂട്ട് ചെയ്യൂ. ആരാണ് മ്യൂട്ട് ചെയ്യാത്തെന്താ? മ്യൂട്ട് ചെയ്യൂ. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപത്തിനാണ് താപം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതായത് നമുക്കറിയാം, ചൂടായി കഴിഞ്ഞാൽ ഏത് വസ്തുവിനും മാറ്റം വരും അല്ലെ? ഖരം ചൂടായി കഴിഞ്ഞാൽ ദ്രാവകമായിട്ട് മാറും, ദ്രാവകം ചൂടായാൽ നീരാവിയായിട്ട് മാറും. എങ്ങനെ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപത്തിനാണ് താപം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. നോക്കാം, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്, താപപ്രേഷണം. അതായത് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നതിനാണ് താപപ്രേഷണം അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോസ് ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഒരു താപപ്രേഷണം എന്ന് പറഞ്ഞാല് താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഒരു ചൂട് അല്ലെ, ചൂട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുക, മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക. അപ്പൊ ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് ചൂട് സഞ്ചരിക്കും. ഇതിനാണ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ, ഇനി എന്താണ് ചാലനം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതിനെ കണ്ടക്ഷൻ എന്ന് പറയും. എന്താണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം എന്ന് പറഞ്ഞാല്? അതായത് ഒരു ലോഹക്കമ്പി, അതിന്റെ ഒരറ്റത്ത് ഞാൻ ചൂടാക്കുകയാണ്. ഒരറ്റത്ത് തന്നെ ചൂടാക്കുമ്പോ അവിടെ എന്തില്ല, ആ ചാലക കമ്പിക്ക്, ആ ലോഹക്കമ്പിക്ക് താപം ലഭിക്കും. ചൂടാക്കുമ്പോൾ അവിടെ താപം ഉണ്ടാവും. അപ്പോ ആ ഭാഗത്തുള്ള തന്മാത്രകള്, ആ ലോഹക്കമ്പിയുടെ ആ ഭാഗത്തുള്ള തന്മാത്രകള് താപം സ്വീകരിച്ചിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യും. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് ചാലനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഇരുമ്പ് നമ്മൾ തീയിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകൾക്ക് ചൂട് വന്ന് നമ്മൾ കൈ വരെ ചൂടാവും. നമുക്ക് ഇരുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചൂടായി കണ്ട് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മള് വീട്ടിലൊക്കെ പാത്രങ്ങളൊക്കെ എന്താണ്, വെള്ളം ചൂടാക്കുമ്പോഴൊക്കെ അതിന്റെ കയ്യിൽ എന്താണ്, പ്ലാസ്റ്റിക് ഒരു പിടി ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ പിടി, നമുക്ക് കൈ ചൂടാകാതിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ തന്മാത്രകള് ചൂടാക്കിയ ഭാഗത്തിൽ നിന്നുള്ള തന്മാത്രകൾ അടുത്ത തന്മാത്രകളിലേക്ക് താപത്തിന് എങ്ങനെ കൈമാറ്റം ചെയ്ത് അവസാനം അത് ഫുള്ള് താപം സ്വീകരിച്ച ഒരു ചാലനായിട്ട് മാറും, ഒരു ലോഹക്കമ്പിയായിട്ട് മാറും. അപ്പൊ ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ
ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് ചാലനം എന്ന് പറയുന്നത്. When heat is received at one end of a metal rod, അല്ലെ മെറ്റൽ റോഡ് പറഞ്ഞാല് ലോഹക്കമ്പി. ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് ലഭിക്കുന്ന താപം the molecules at that end receive the heat and transfer it to the nearest molecules. അതായത് തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് ഈ താപം കൈമാറ്റം ചെയ്യപ്പെടും. This method of transmission of heat is called conduction. ഈ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റിന്റെ ഈ മെത്തേഡിനെയാണ് എന്ന് പറയാം കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രേഷണം താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് എന്ത് പറയുന്നത് ചാലനം എന്ന് പറയുന്നത്. അപ്പൊ ഖരവസ്തുക്കളിലൊക്കെ ഇങ്ങനെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഖരവസ്തുക്കളിലൊക്കെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഇൻ സോളിഡ്സ് heat is transmitted through conduction. In solids, heat is transmitted through conduction. ഖരവസ്തുക്കളിലൊക്കെ അതായത് ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം ഇങ്ങനെയുള്ള ഖരവസ്തുക്കളിലൊക്കെ കല്ല് എന്തായിക്കോട്ടെ ഏത് ഖരവസ്തു ആണെങ്കിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. അതായത് ഒരു ഭാഗത്ത് ചൂടാകുമ്പോൾ അവിടെയുള്ള തന്മാത്രകൾ ചൂടായി തൊട്ടടുത്ത തന്മാത്രയിലേക്ക് ഇങ്ങനെ താപം കൈമാറ്റം ചെയ്യപ്പെട്ട് അവസാനം അത് ഫുള്ള് എന്താവും എല്ലാ തന്മാത്രകളിലേക്കും താപം ലഭിക്കുന്ന രീതിക്കാണ് ചാലനം എന്ന് പറയുന്നത്. മനസ്സിലാക്കണോ? ഒന്നുകൂടി പറയാം. ഓക്കെ, ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദാഹരണം പറയണ ഒരു കമ്പി ഞാൻ എടുക്കുകയാണ്. ആ കമ്പി ഞാൻ ഇങ്ങനെ ചൂടാക്കുകയാണ്. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അവസാനം നമ്മളെ കയ്യും ചൂടാവൂലേ? അപ്പൊ അത് എങ്ങനെയാണ് അത് ചൂടാവണത്? അതായത് അവിടെയുള്ള ചൂടാക്കുന്ന ഭാഗത്തുള്ള തന്മാത്രകള് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് ഇങ്ങനെ താപം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് അവസാനം നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇരുമ്പിന്റെ അടുത്തേക്ക് എത്തും. അല്ലോ കമ്പിന്റെ അടുത്ത്. അപ്പൊ നമ്മളെ കൈ എന്താവും ചൂടാകുന്നുള്ളതാണ്. When heat is received at one end of a metal rod, the molecule at that end receive the heat and transfer it to the nearest molecules. This method of transmission of heat is called conduction. In solids, ഖരവസ്തുക്കളിൽ heat is transmitted through conduction. ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് കണ്ടക്ഷൻ വഴിയാണ്. ഇനി നോക്കാം എന്താണ് സുജാലകങ്ങൾ. സുജാലകങ്ങളുണ്ട്, കുജാലകങ്ങളുണ്ട്. വസ്തുക്കളെ ലോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, സുജാലകങ്ങളും കുജാലകങ്ങളും. അതായത് സുജാലകങ്ങൾ ഗുഡ് കണ്ടക്ടേഴ്സ്, ബാഡ് കണ്ടക്ടേഴ്സ്. സുജാലകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുജാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് നല്ലോണം ഹീറ്റ് കടത്തിവിടും, ചൂടിനെ നല്ലോണം കടത്തിവിടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം തുടങ്ങിയ വസ്തുക്കളൊക്കെ എന്താണ് സുജാലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുജാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം തുടങ്ങിയ പദാർത്ഥങ്ങളൊക്കെ സുജാലകങ്ങളാണ്. അപ്പൊ ഇരുമ്പും ചെമ്പും അലുമിനിയം ഒക്കെ താപത്തെയും കറണ്ടിനെയൊക്കെ നന്നായിട്ട് കടത്തിവിടുന്നുള്ളതാണ്. ഗുഡ് കണ്ടക്ടേഴ്സ് അല്ലെ, സബ്സ്റ്റൻസസ് വിച്ച് അലോ ഹീറ്റ് ടു എന്തേ substances which allow heat to pass through them well by conduction are called good conductors. അതായത് താപം നന്നായി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ എന്ന് പറയാ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം അയൺ, കോപ്പർ, അലുമിനിയം ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി നോക്കാം കുജാലകങ്ങൾ. രണ്ടാമത്തെ ആണ് കുജാലകം, അതായത് പ്യുവർ കണ്ടക്ടേഴ്സ്. പ്യുവർ കണ്ടക്ടേഴ്സ് പറഞ്ഞാല് ചാലനം വഴി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് കുജാലകങ്ങൾ എന്ന് പറയുന്നത്. താപം എന്താവൂല, കടത്തിവിടൂല. ഉദാഹരണം പ്ലാസ്റ്റിക്, മരക്കഷ്ണം, ഗ്ലാസ് റോഡ്, ഇതൊന്നും എന്താവൂല
താപം കടത്തിവിടൂല. അതുകൊണ്ട് ഇവയെ പ്യുവർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കുചാലകങ്ങൾ എന്ന് പറയുന്നു. സബ്സ്റ്റൻസസ് which do not allow heat to pass through them well are called pure conductors. Example: plastic, wood, glass, road. Substances which do not allow heat to pass through them well are called pure conductors. അതായത് താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളാണ്. പ്ലാസ്റ്റിക്, മരക്കഷ്ണം, ഗ്ലാസ്സിലൊന്നും ഉണ്ടാവില്ല. എവിടെയാണോ താപം ഉള്ളത് അവിടെ മാത്രമേ താപം ഉണ്ടാവുള്ളൂ. എവിടെയാണോ ചൂടാക്കുന്നത് അവിടെ മാത്രമേ താപം ഉണ്ടാവുള്ളൂ. അപ്പുറത്തൊക്കെ ഉണ്ടാവില്ല. അത് ഇൻസുലേറ്റർ അല്ലേ? ഇൻസുലേറ്റർ എന്നും പറയാം, പ്യുവർ കണ്ടക്ടേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്നും പറയാം കേട്ടോ. എന്ത് താപം എന്ന് പറയുന്നത് ഹീറ്റ് ഇലക്ട്രിസിറ്റി ഹീറ്റ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും കേട്ടോ. ഓക്കെ, ഹീറ്റ് കടത്തിവിടുന്നതാണ് ഇലക്ട്രിസിറ്റി കടത്തിവിടുക. വൈദ്യുതി കടത്തിവിടുന്നവയാണ് ചൂടും കടത്തിവിടുക അല്ലെ? ഓക്കെ, ഇനി നോക്കാം സംവഹനം, കൺവെക്ഷൻ. എന്താണ് സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രവേശന രീതിയാണ് സംവഹനം. നമ്മൾ ഖരത്തിൽ പറഞ്ഞത് ഏതായിരുന്നു? കണ്ടക്ഷൻ ആയിരുന്നു. ഖരത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? കണ്ടക്ഷൻ ആണ്. അതായത് ചാലനം അല്ലെ? ചാലനാണ് നമ്മൾ ഖരത്തിന്റെ കേസിൽ പറഞ്ഞത്. ഇനി ദ്രാവകങ്ങളായാലും വാതകങ്ങളായാലും ഇവിടെ പറയുന്ന പേരാണ് എന്താണ്? ഇവിടെയുള്ള തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രവേശന രീതിക്ക് പറയുന്ന പേരാണ് സംവഹനം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എങ്ങനെ? ഇപ്പൊ നമ്മള് ഒരു ചായക്ക് വെള്ളം വെക്കുകയാണെങ്കിൽ അത് ചൂടാവണ കണ്ടിട്ടുണ്ടോ? അത് കുമിളകൾ ഇങ്ങനെ അങ്ങനെ താഴെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും അല്ലെ? കുമിളകള്. അപ്പൊ താഴെയാണ് ഫസ്റ്റ് ചൂടാവുക അല്ലെ? സെൻട്രൽ ഭാഗത്ത് താഴെയാണ് ഫസ്റ്റ് ചൂടാവുക, നടുഭാഗമല്ലേ ആദ്യം ചൂടാവുക. എന്നിട്ട് എന്താവും? ബാക്കിയുള്ള ഭാഗത്തേക്ക് അങ്ങനെ ചൂടെത്തിക്കാണ് ചെയ്യുക. അവിടെയുള്ള തന്മാത്രകള് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുക അല്ലെ? ആ തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രവേശന രീതിക്കാണ് സംവഹനം എന്ന് പറയാം. Convection is the method of transmission of heat in gases and liquids by the displacement of molecules. Convection is the method of transmission of heat in gases and liquids by the displacement of molecules. ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? അതായത് ദ്രാവകങ്ങളിലായാലും വാതകങ്ങളിലായാലും തന്മാത്രകൾ സ്ഥാനം മാറുക. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന എന്താവണത്? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ചായക്ക് വെള്ളം വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാൻ വെക്കുകയാണെങ്കിൽ അത് തിളക്കണ എങ്ങനെയാണ്? ആദ്യം അതിന്റെ സെൻട്രൽ ഭാഗത്ത്, അടിയിൽ സെൻട്രൽ ഭാഗത്ത് ചൂടാവും. അവിടെ നിന്ന് ഇങ്ങനെ കുമിള പൊങ്ങി വരൂലേ? അപ്പൊ അങ്ങനെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്താവണത്? താപം ഉണ്ടാവണത്, ചൂടുണ്ടാവണത്. ഓക്കെ, നമ്മൾ വെള്ളം ചൂടാക്കിയാൽ അതിന്റെ നടുഭാഗത്ത് മാത്രമേ ഉള്ളൂ ചൂടുണ്ടാവുക? ആണോ? മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അതിന്റെ സെൻട്രൽ ഭാഗത്ത് മാത്രമാണോ ചൂടാവുക? അല്ല, എല്ലാ ഭാഗങ്ങളിലേക്കും അതിന്റെ ചൂട് വ്യാപിക്കും അല്ലെ? എങ്ങനെയാണ് വ്യാപിക്കണത്? അപ്പൊ ഈ ചൂടായ തന്മാത്രകള് ബാക്കിയുള്ള തന്മാത്രകൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്യുക അല്ലെ? വെള്ളം തിളച്ചു മാറിയില്ലേ? ഓക്കെ, എക്കോ എന്താ? അത് മ്യൂട്ട് ചെയ്യൂ. ആരാണത്? എക്കോ ഉണ്ട്, എനിക്ക് കേൾക്കുന്നുണ്ട്. ആരോ ഓഫ് ചെയ്യത്? എക്കോ ഓഫ് ചെയ്യൂ. ഓക്കെ, so convection is the method of transmission of heat in gases and liquids by the displacement of molecules അല്ലെ? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രവേശന രീതിക്കാണ് സംവഹനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ ഈസ് ദ തന്മാത്ര ഒരു പദാർത്ഥത്തിന്റെ ചെറിയ കണിക അല്ല? ഏതൊരു പദാർത്ഥത്തിന്റെ ചെറിയ കണിക എന്താ പറയാ? തന്മാത്ര എന്ന് പറയും.
പദാർത്ഥങ്ങളുടെ ചെറിയ കണികൾക്കാണ് എന്ത് പറയാ? തന്മാത്ര എന്ന് പറയാം കേട്ടോ. മോളിക്യൂൾസ്. തന്മാത്രത്തിന്റെ ഇംഗ്ലീഷ് എന്താ? മോളിക്യൂൾ. മോളിക്യൂൾ. ഓക്കെ. സാറി മോളിക്യൂൾസ് ഈ സംവഹനം അതായത് കോൺവെൻഷൻ എന്ന് പറയും. ഈ ആ കോൺവെക്കേഷൻ അങ്ങനെ എന്തോ ഒന്നില്ലേ, അത് പറയൂ. കൺവെക്ഷൻ. Convection is the method of transmission of heat in gases and liquids. ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമുള്ള താപപ്രേഷണം by the displacement of molecules. അതായത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന. തന്മാത്രങ്ങളെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ കണികളൊക്കെ ഇങ്ങനെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ഥാനം മാറിയാണ്ട് അപ്പൊ എന്ത് ചെയ്യും? ചൂടായ തന്മാത്ര അവിടെ നിന്ന് സ്ഥാനം മാറി മുകളിലേക്ക് പോകും. അപ്പൊ അവിടെ ചൂടില്ലാത്ത തന്മാത്രകൾ വരും. അപ്പൊ അങ്ങനെ ചൂടാവും. അങ്ങനെയാണ് വെള്ളമൊക്കെ ചൂടാവണത്. ഓക്കെ. ഇനി നോക്കാം വികിരണം. പറയോ? ഓക്കെ. സംവഹനം. അതായത് ദ്രാവകങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ വാതകങ്ങളിലായിക്കോട്ടെ തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന നടക്കണ താപപ്രേഷണ രീതി, അതായത് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. താപം ചൂട് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുക. അല്ലെങ്കിൽ ആലോചിച്ചു കാണി, നമ്മളിപ്പോ ഒരു വെള്ളം ഇങ്ങനെ ചൂടാക്കാണ്. ആ വെള്ളം ഇങ്ങനെ അതേപോലെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ നടുഭാഗത്ത് മാത്രമല്ലേ ചൂടാവുള്ളൂ. അപ്പോ ഇതെന്താണ്? അതിൽ തന്മാത്രം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണ് എല്ലാ ഭാഗത്തും ചൂട് വരുന്നത്. ഓക്കെ. ഇതിനാണ് സംവഹനം, കൺവെക്ഷൻ എന്ന് പറയണത്. കൺവെക്ഷൻ ആണ് ഇംഗ്ലീഷിലൊന്നും പറയോ? സംവഹനം, കൺവെക്ഷൻ. എന്റെ മലയാളം സംവഹനം. അതൊന്നുകൂടി പറയോ? Convection is the method of transmission of heat in gases and liquids. അതായത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമുള്ള താപപ്രേഷണം by the displacement of molecules. തന്മാത്രകളെ മുഖേന, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന. തന്മാത്രകളുടെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനം മാറുക. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമുള്ള താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് കൺവെക്ഷൻ. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ. നോക്കാം വികിരണം അഥവാ റേഡിയേഷൻ. അതായത് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുക, ഒരു മാധ്യമം ഇല്ലാതെ. Radiation is the method by which heat is transmitted without the help of a medium. ഒരു മാധ്യമമല്ല, ഒരു മീഡിയം ഇല്ലാതെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇപ്പൊ തീ കത്തിക്കുകയാണ്. തീ കത്തിച്ചു കഴിഞ്ഞാല് നമ്മൾ അതിനെ തൊടാതെ തന്നെ അതിന്റെ അടുത്ത് നിന്ന് നമുക്ക് ചൂട് കിട്ടൂലേ? കിട്ടും സാർ. ചൂട് കിട്ടും. അതിലെന്തെങ്കിലും മീഡിയം എന്തെങ്കിലും ഉണ്ടോ? അവിടെ എന്തെങ്കിലും മീഡിയം ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ തണുത്താലൊക്കെ നമ്മൾക്ക് തണുത്ത് കഴിഞ്ഞാൽ വീട്ടിന്റെ പുറത്ത് നമ്മൾ കത്തിക്കുകയോ ചെയ്യൂലേ? കത്തിച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തിരിക്കും നമ്മൾ ചൂടാവാൻ വേണ്ടിയിട്ടില്ലേ? എന്തെങ്കിലും മാധ്യമം വഴി ഇരുമ്പ് വഴി ചൂടാവുകയാണോ അല്ലെങ്കിൽ ചെമ്പ് വഴി ചൂടാവുകയാണോ? അല്ല, ഒരു മാധ്യമവും അല്ല അല്ലേ? അതിന്റെ അടിയിൽ ഒരു മീഡിയവും ഇല്ല. റേഡിയേഷൻ മാധ്യമം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വസ്തുക്കളെ. Radiation is the method by which it is transmitted without the help of a medium. മീഡിയം എന്ന് പറയട്ടോ. ഒരു മീഡിയത്തിന്റെയും സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന അല്ലെങ്കിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിക്കാണ് വികിരണം, റേഡിയേഷൻ എന്ന് പറയുന്നത്. Radiation is the method by which it is transmitted without the help of a medium. വികിരണം വഴി ആരാണ് എക്കോ ഓൺ ആക്കിയത്? വികിരണം വഴി
താപം എല്ലാ ദിശയിലേക്കും പ്രേഷണം ചെയ്യപ്പെടുന്നു. ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ആൾ ഡയറക്ഷൻ ത്രൂ റേഡിയേഷൻ. ഇനി ഓണാക്കിയല്ലോ വെക്കോ. ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ആൾ ഡയറക്ഷൻ ത്രൂ റേഡിയേഷൻ. അതായത് വികിരണം വഴി താപം എല്ലാ ദിശയിലേക്കും പ്രേഷണം ചെയ്യപ്പെടുന്നു. അതായത് ഇപ്പൊ ഒരു തീ കത്തിക്കുകയാണെങ്കിൽ അതിന് 4 ഭാഗത്തും എല്ലാ ഭാഗത്തും ചുറ്റോറം എന്തുണ്ടാവും, നമുക്ക് ചൂട് കിട്ടൂലേ? ഒരു ഭാഗത്ത് മാത്രം ഇരുന്നാണോ ചൂട് കിട്ടുക? അല്ല. അല്ല, അതിന് ചുറ്റോറം എല്ലാ ഭാഗത്തിരുന്നാലും ചൂട് നമുക്ക് ഒരേപോലെ ലഭിക്കുന്നതാണ്. ഇനി സൂര്യന്റെ താപവും ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. Heat is transmitted to all direction through radiation. Heat from the sun reaches the earth by radiation. Heat from the sun reaches the earth by radiation. അതായത് സൂര്യന്റെ ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. എവിടെയും തട്ടിയിട്ടാണ് നമ്മൾ എടുക്കുക. ഏതെങ്കിലും മാധ്യമത്തിലൂടെ അല്ല, നമുക്ക് നേരിട്ടാണ് സൂര്യപ്രകാശം അല്ലെ, ഏതെങ്കിലും മാധ്യമത്തിലൂടെ വരികയല്ല, നമുക്ക് ഈ വികിരണം വഴിയാണ് സൂര്യന്റെ പ്രകാശം നമ്മളിലേക്ക് എത്തുന്നത്. ഇനി സാറോ ഒന്നുകൂടി പറയൂ. സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നില്ലേ? അത് റേഡിയേഷൻ ആണ്, വികിരണമാണ്. ഒരു മീഡിയത്തിന്റെയും സഹായമില്ലാതെ എത്തുന്നതാണ്. ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം കൈമാറ്റം ചെയ്യുന്ന ഒരു ഉദാഹരണമാണ് സൂര്യൻ ഭൂമിയിലേക്ക് നൽകുന്ന താപം. ഓക്കെ, എന്ത് മാധ്യമം എന്ന് വെച്ചാ എന്താ സാറേ? മാധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയം, എന്തെങ്കിലും വസ്തുക്കൾ കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ്. ഹീറ്റ് ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ബൈ റേഡിയേഷൻ. നോക്കാം, വൈറ്റ് ഓർ സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് റേഡിയന്റ് ഹീറ്റ് മോർ ദാൻ ബ്ലാക്ക് ഓർ റഫ് സർഫസസ്. എന്ന് പറഞ്ഞാൽ ഇരുണ്ടതോ പരിവരുത്തതോ ആയ, അതായത് ഇരുണ്ടതോ വരമുള്ളതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിക്കും. അപ്പൊ ഈ താപം കൂടുതൽ വലിച്ചെടുക്കിയതാണ് ഒന്നുമില്ലെങ്കിൽ മിനുസമുള്ളത് അല്ലെങ്കിൽ വെളുത്തതായ പ്രതലങ്ങൾ വികിരണത്തെ കൂടുതൽ വലിച്ചെടുക്കും. ഇരുണ്ടതും പരിവരുത്തതും എന്താവൂല, ഇരുണ്ടതോ അല്ലെങ്കിൽ റഫ് സർഫസ്. റഫ് സർഫസ് പറഞ്ഞാല് ഇങ്ങനെ ഒരെയുള്ള സർഫസ് ഒന്നും എന്താവൂല, ചൂടിനെ വലിച്ചെടുക്കൂല. From the white or smooth surfaces reflect radiant heat more than black or rough. അതിപ്പോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുറെ ചൂടുണ്ടാവില്ലേ? നമ്മുടെ ശരീരത്തിന്റെ താപനില എത്രയാണ്? നമ്മുടെ ശരീരത്തിന്റെ താപനില നമ്മൾ പഠിക്കൂട്ടോ, അതിൽ തന്നെ പഠിക്കണ്ടേ നമ്മൾ കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ചൂട് അത് നമ്മൾ കറുപ്പ് ഷർട്ടൊക്കെ ഇട്ടാൽ നമുക്ക് നല്ലോണം വിയർക്കും അല്ലെ? കറുപ്പ് ഷർട്ടൊക്കെ ഇട്ടാൽ നമുക്ക് നല്ലോണം ചൂട് എടുക്കും. കാരണം എന്താ അറിയോ? ഈ ശരീരത്തിലുള്ള ചൂട് പുറത്തേക്ക് പോകൂല. കാരണം എന്താവൂല? ബ്ലാക്ക് എന്താവൂല, ചൂടിനെ വലിച്ചെടുക്കൂല. ബ്ലാക്ക് കളറ് ചൂടിനെ വലിച്ചെടുക്കൂല. അപ്പൊ നമ്മൾ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടാൽ എന്താണ്, നമ്മുടെ ശരീരത്തിലെ ചൂട് പെട്ടെന്ന് വലിച്ചെടുക്കും. കാരണം വെളുത്തതായ വസ്ത്രങ്ങൾ എന്താവും, ചൂടിനെ കൂടുതൽ വലിച്ചെടുക്കും, അതായത് പ്രതിപദിക്കും, അതിനെ പുറത്തേക്ക് വിടും. ഓക്കെ, കറുപ്പൊക്കെ വേഗം ചൂടാവില്ലേ? ഇനി നോക്കാം, താപീയ വികാസം, ഖരവസ്തുക്കളുടെ താപീയ വികാസം. എന്ത് പറഞ്ഞത്? റേഡിയേഷൻ അതിൽ പോയിന്റ് പറഞ്ഞു കേട്ടോ. എക്കോ ഓഫ് ആക്കൂ. ഓക്കെ, ഖരവസ്തുക്കളുടെ താപീയ വികാസം, തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ്. അതായത് ഖരവസ്തുക്കൾ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കാം? ഖരവസ്തുക്കൾ ചൂടായാൽ എന്ത് സംഭവിക്കും? എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും അല്ലെ? സോളിഡ്സ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ് ആൻഡ്
ഹീറ്റഡ് അല്ലെ. സോളിഡ് എക്സ്പാൻഡ് വെൻ തണുക്കുമ്പോ ഹീറ്റഡ്. സങ്കോചിക്കും. ഖരവസ്തുക്കൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താവും? അത് വികസിക്കും. അത് വികസിക്കുന്ന വലുതാവും അല്ലെ. നിങ്ങൾ സംസാരിക്കല്ലേ. ഖരവസ്തുക്കൾ ചൂടാകുമ്പോ അത് വികസിക്കും, അത് വലുതാവും അർത്ഥം അല്ലെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാലൊക്കെ, എന്തെങ്കിലും 2 ഗ്ലാസുകൾ കുടുങ്ങി കഴിഞ്ഞാൽ അപ്പൊ 2 ഗ്ലാസ് ഇങ്ങനെ കുടുങ്ങി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ മതി? ചൂടാക്കിയാൽ മതി. അപ്പൊ അത് എക്സ്പാൻഡ് ആയി എന്താവും? നമുക്കത് എടുക്കാൻ പറ്റും. ഓക്കെ. അതായത് ഇപ്പൊ ഏത് വസ്തു നമുക്ക് കുടുങ്ങി കഴിഞ്ഞാൽ ചൂടാക്കി നോക്കുക, അപ്പൊ അത് അഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. തെർമൽ എക്സ്പാൻഷൻ, സോളിഡ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. തണുക്കുമ്പോ എന്താവും? സങ്കോചിക്കും, ചുരുങ്ങും. തണുക്കുമ്പോ ചുരുങ്ങും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ അയല് കെട്ടിയിട്ടുണ്ടാവും അല്ലെ. അയല് കെട്ടുമ്പോ നമുക്കറിയാം ചില സമയത്ത് കാണാം അയലിങ്ങനെ തൂങ്ങി നിൽക്കണ്. ഒന്നുകൂടെ അത് വെറുതെ അയല് വെച്ച് കാണിച്ചാൽ നമ്മൾ ടൈറ്റായി കെട്ടിയതായിരിക്കും, ചിലപ്പോ കാണാൻ ഇങ്ങനെ തൂങ്ങി നിൽക്കണം. എന്തുകൊണ്ടാ? അപ്പൊ വെയിൽ തട്ടിയാൽ എന്താവും? അത് വികസിക്കും അല്ലെ. വെയിൽ തട്ടിയാൽ വികസിക്കുമ്പോ എന്താവും? അതിങ്ങനെ അയഞ്ഞു കിടക്കും. അപ്പൊ തണുത്താൽ, മഴ ചെയ്താലോ അത് കാണാൻ ടൈറ്റായി നിൽക്കണ്. അപ്പൊ സങ്കോചിക്കും, ചുരുങ്ങുക ചെയ്യുക. ചുരുങ്ങുമ്പോ എന്താവും? ടൈറ്റായി നിൽക്കും. മനസ്സിലായോ? പറഞ്ഞാൽ തണുപ്പ് വേണം. അല്ല, സങ്കോചിക്കണ ചുരുങ്ങുക, വികസിക്കണ വലുതാവുക. സങ്കോചിക്കണ ചുരുങ്ങുക കേട്ടോ. സാർ ചാറ്റ് ചെയ്യണം. ചാറ്റ് ചെയ്യാതെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കടാ. സാറേ, എന്താണ് ഈ തെർമൽ എക്സ്പാൻഷൻ ഒന്നും കൂടി പറയൂ. പറയണ്ടല്ലോ. അതായത് താപം ലഭിക്കുന്ന ഖരവസ്തുക്കൾക്ക് താപം ലഭിക്കുമ്പോ അതെന്താവുക? വികസിക്കാണ് ചെയ്യുക. വികസിക്കാനാ വലുതാവുക. ഓക്കെ. അതായത് ഈ ബലൂൺ ഇങ്ങനെ വേലിച്ച് നോക്കുമ്പോ പൊട്ടണ. ഓക്കെ ഓക്കെ. വികസിക്കുമ്പോ. ഓക്കെ. ഇനി നോക്കുക, തണുക്കുമ്പോ സങ്കോചിക്കാന ചുരുങ്ങുക. തണുക്കുമ്പോ എന്താവും? അത് ചുരുങ്ങും. ഓക്കെ ഓക്കെ. സോളിഡ് എക്സ്പാൻഡ് ഹീറ്റ്. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞില്ലേ, കയറിന്റെ അയലിന്റെ കാര്യം പറഞ്ഞില്ലേ. ഇനി പോസ്റ്റിലൊക്കെ നമ്മൾ ചിലപ്പോ പന്ത് കളിക്കുമ്പോഴേ പോസ്റ്റിലൊക്കെ ബാറായിട്ട് നമ്മള് കയറ് കെട്ടി വെക്കും അല്ലെ. ചിലപ്പോ കാണാതെ ഇങ്ങനെ ടൈറ്റ് ആയി നിൽക്കണം, ചിലപ്പോ കാണാതെ ഇങ്ങനെ അയഞ്ഞു നിൽക്കണം അല്ലെ. അതെന്തുകൊണ്ടാ? ചൂട് തട്ടുമ്പോ അത് വികസിക്കും, തണുക്കുമ്പോ പിന്നെ ഓൺ ആക്കിയാലോ. തണുക്കുമ്പോ അത് സങ്കോചിക്കും, അതായത് ചുരുങ്ങും നടത്താം കേട്ടോ. സോളിഡ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. ഇനി ഖരങ്ങളിൽ മാത്രമല്ല, ദ്രാവകങ്ങളിലും താപീയ വികാസം ഉണ്ട്. ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോ വികസിക്കുക ചെയ്യാ അല്ലെ. ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോ അത് വികസിക്കാണ് ചെയ്യുക. തണുക്കുമ്പോ എന്താവുക? ചുരുങ്ങുക ചെയ്യുക അല്ലെ. അതായത് നമുക്കറിയാം, വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അത് വാതകമായിട്ട് മാറൂലേ. അപ്പൊ എന്താവുക? അതിങ്ങനെ പരന്നു പോകൂലേ, വികസിച്ചു പോകും. ഇനി ദ്രാവകങ്ങൾ തണുപ്പിക്കുമ്പോ എന്തായിട്ട് മാറാ? ചെറിയ ഐസുകട്ടായിട്ട് മാറും അല്ലെ. ഐസുകട്ടായിട്ട് മാറൂലേ. അപ്പൊ സങ്കോചിക്കും, ചുരുങ്ങുക ചെയ്യുക. ഓക്കെ. തെർമൽ എക്സ്പാൻഷൻ ലിക്വിഡ്സ്. ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. ലിക്വിഡ്സ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നോക്കാം, ഇനി വാതകങ്ങളിലുണ്ട് താപീയ വികാസം. തെർമൽ എക്സ്പാൻഷന് സോളിഡിൽ പറഞ്ഞു, ലിക്വിഡിൽ പറഞ്ഞു, ഇനി ഗ്യാസിലും ഉണ്ട്. ചൂടാക്കുമ്പോ വാതകങ്ങൾ എന്താവുന്നു? വികസിക്കുന്നു, വീണ്ടും വികസിക്കുകയാണ് ചെയ്യുക. തണുക്കുമ്പോ വാതകങ്ങൾ എന്താവുക? സങ്കോചിക്കുക. അപ്പൊ എല്ലാത്തിലും അങ്ങനെ തന്നെ. ചൂടാക്കുമ്പോ വികസിക്കുന്നു, തണുക്കുമ്പോ സങ്കോചിക്കുന്നു. എല്ലാത്തിലും അങ്ങനെ തന്നെ കേട്ടോ. തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസിലും, തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസിലും, തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡിലും, തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡിലും, എല്ലാത്തിലും എന്താണ്? ചൂടാക്കുമ്പോ വികസിക്കും, തണുക്കുമ്പോ സങ്കോചിക്കും കേട്ടോ. മനസ്സിലാക്കി വെക്കുക. ഈ 3 കാര്യം മനസ്സിലാക്കി വെക്കുക. അതെ, ഈ ഗ്യാസിനെ കുറിച്ചിട്ട് ഗ്യാസ് എന്ത് ഹീറ്റാക്കി കഴിഞ്ഞാൽ വീണ്ടും എന്താവും? അത് വികസിക്കാണ് ചെയ്യാൻ. 3 കാര്യം പഠിച്ചു വെക്കുക. അതായത് സോളിഡില്, ഖരങ്ങളില്, ലിക്വിഡില്, ദ്രാവകങ്ങളില്, ഗ്യാസില്, വാതകങ്ങളില്, ഇതിലൊക്കെ ചൂടാക്കുമ്പോ എന്താവുക? അത് വികസിക്കാണ് ചെയ്യുക. തണുക്കുമ്പോ സങ്കോചിക്കും, അതായത് ചുരുങ്ങും നടത്തും. തണുക്കുമ്പോ സങ്കോചിക്കും, അതായത് തണുക്കുമ്പോ ചുരുങ്ങും. ആ പോയിന്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കുറെ ഒന്നും ഇല്ല കേട്ടോ. എല്ലാം തന്നെ. ഇനി നോക്കാം, എന്താണ് താപനില എന്ന് പറഞ്ഞാല്. താപനില എന്ന് പറഞ്ഞാല് ആരാ മ്യൂട്ടാക്കാത്തത്? താപനില എന്ന് പറഞ്ഞാല് താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. അതായത് ടെമ്പറേച്ചർ ഈസ് ദ
term that indicates the degree of hotness. That indicates the ഡിഗ്രി ഓഫ് degree of hotness. അതായത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് താപനില എന്ന് പറയുന്നത്. അപ്പൊ താപനില നമ്മളെ എന്തിലാ സൂചിപ്പിക്കുക? ഡിഗ്രി സെൽഷ്യസില് അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റില് എന്നീ യൂണിറ്റുകളിലാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ താപനില എങ്ങനെ പറയാം? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇങ്ങനെയാണ് നമ്മൾ താപനില പറയാം. നമ്മളിപ്പോ പഞ്ചസാര 1 കിലോഗ്രാം എന്ന് പറയില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? അതുപോലെ ഹോട്ട് സർ ശ്രദ്ധിക്കുന്നുണ്ട്. ആ, ഇപ്പൊ പഞ്ചസാര 1 കിലോഗ്രാം എന്ന് പറയില്ലേ? അപ്പൊ കിലോഗ്രാം എന്താ? അതിന്റെ യൂണിറ്റ് ആണ് അല്ലേ? എന്തിലാണോ നമ്മൾ പറയണത് അതിന്റെ യൂണിറ്റ്. ഓക്കെ, ഓക്കെ പഞ്ചസാര 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ കിലോഗ്രാം ആണ് അതിന്റെ യൂണിറ്റ്. നമ്മൾ ഈ ഒരു വസ്തു എന്തിലാണോ പറയണത് അതാണ് യൂണിറ്റ്. ഇപ്പൊ വെളിച്ചെണ്ണ 1 കിലോഗ്രാം എന്ന് പറയോ? ഇല്ല ലിറ്റർ വെളിച്ചെണ്ണ 1 ലിറ്റർ എന്നാ പറയാ അല്ലെ? വെളിച്ചെണ്ണ 1 ലിറ്റർ എന്നാ പറയാ അല്ലെ? ലിറ്റർ ആണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ അതേപോലെ ഡിഗ്രി ആ ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയില്ലല്ലോ, ഫാരൻഹീറ്റ് എന്നല്ലേ പറയാ? അതിങ്ങനെ പറഞ്ഞുതരാം. അതായത് അപ്പൊ നമ്മള് ഈ വെളിച്ചെണ്ണ 1 ലിറ്റർ എന്നാ പറയാ, അതുപോലെ പഞ്ചസാര 1 കിലോഗ്രാം എന്നാ പറയാ. അതേപോലെ ദൂരത്തിന് നമ്മൾ എന്താ പറയാ? ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ എന്നൊക്കെ പറയാം അല്ലെ അളവിന്, അല്ലെങ്കിൽ 10 കിലോഗ്രാം എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പോ അതേപോലെ താപത്തിന്റെ അളവിനെ നമ്മള് ഇപ്പൊ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അങ്ങനെ പറയാ. സംഖ്യ ഡിഗ്രി ഫാരൻഹീറ്റ് അങ്ങനെ പറയാം കേട്ടോ. സംഖ്യന്റെ മുകളിൽ 0 ഇട്ട് കൊടുത്താൽ അത് ഡിഗ്രി ആയി ഡിഗ്രി, പിന്നെ എഫ് ഇട്ടാൽ ഫാരൻഹീറ്റ്, സി ഇട്ടാൽ സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഡിഗ്രി സെൽഷ്യസിന് വേറെ ഇല്ലേ? രണ്ടും വേറെ. ഡിഗ്രി സെൽഷ്യസും വേറെ അല്ല. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി ഒന്ന് തന്നെ കേട്ടോ. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും സെൽഷ്യസും ഫാരൻഹീറ്റും രണ്ടും ഒരേ അർത്ഥല്ലേ? രണ്ടും വ്യത്യസ്ത യൂണിറ്റ് ആണ്. രണ്ടും പറയുന്നത് താപനിലക്കാണ്. അപ്പം ഞാൻ ഇതിൽ പറയട്ടോ. ഇറ്റ് ഈസ് എ ടേം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. അതായത് താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് താപനില എന്ന് പറയുന്നത്. ദ യൂണിറ്റ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടെമ്പറേച്ചർ. താപത്തിന്റെ അളവ് താപനിലയെ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസ് എന്നോ അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നോ യൂസ് ചെയ്യുന്നു. ഇനി താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് തെർമോമീറ്റർ എന്ന് പറയാം. താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്റർ രണ്ടെണ്ണമാണ്. ഒന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും രണ്ടാമത്തത് ലബോറട്ടറി തെർമോമീറ്ററും. ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി എന്താണ് മേലെ? ഫാരൻഹീറ്റ്. ഓക്കെ സർ. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. എന്താ പറയാ? തെർമോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്റർ രണ്ടെണ്ണാണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്, അതുപോലെ ലബോറട്ടറി തെർമോമീറ്റർ ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്, ലബോറട്ടറി തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്നു. നമ്മുടെയൊക്കെ ശരീരത്തിന്റെ താപനില, നമ്മുടെ ശരീരത്തിന്റെ ചൂട് അല്ലെ. എ ക്ലിനിക്കൽ തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിന്റെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പനിയൊക്കെ ചെക്ക് ചെയ്യാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ടാവും അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ചൂട് നമ്മുടെ ശരീരത്തിന്റെ ചൂട് അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന്റെ താപനില എത്രയാണെന്ന് അറിയോ? ടെമ്പറേച്ചർ 37 അല്ലേ വലിയൊരു മനുഷ്യന്? അതാ മനുഷ്യന്റെ ശരീര താപനില എന്ന് പറയുന്നത്. സാധാരണ അവസ്ഥയില് മനുഷ്യന്റെ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6.
സാറേ ഫാരൻഹീറ്റ് എന്ന് വരുമ്പോ ഡിഗ്രി ഫാരനൈറ്റ്. ഡിഗ്രിയില് പോയിന്റ് വരില്ലേ? 28.6 ഡിഗ്രി ഫാരനൈറ്റ് കണ്ടില്ലേ? ഇതിൽ കണ്ടില്ലേ? സ്ലൈഡ് കാണില്ലേ? ഫാരൻഹീറ്റ് എന്ന് വരുമ്പോ ആ നമ്പറില് പോയിന്റ് വരില്ലേ? ആ ഇല്ല അതല്ല, അത് 37 ഡിഗ്രിയാണ് 98.6 കേട്ടോ പറഞ്ഞത്. 98 പോയിന്റ് വരില്ലല്ലോ. ആ തെർമോമീറ്റർ രണ്ടെണ്ണല്ലേ? അത് ഏതൊക്കെ പറഞ്ഞേ? ഏത്? തെർമോമീറ്റർ ആ രണ്ടെണ്ണല്ലേ? തെർമോമീറ്റർ രണ്ടുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുള്ളൂ, ക്ലിനിക്കൽ തെർമോമീറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി പറയട്ടോ. ക്ലിനിക്കൽ തെർമോമീറ്റർ മനുഷ്യന്റെ ഒന്നും കൂടി പറയോ? എന്ത്? സാറേ കൂടി പറയോ? ഏത്? ക്ലിനിക്കൽ തെർമോമീറ്റർ. അതന്നെ പറയണത്. ക്ലിനിക്കൽ തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെയൊക്കെ ശരീരത്തിന്റെ താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ താപനില, മനുഷ്യന്റെ ശരീരത്തിന്റെ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡീസ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. രണ്ടാമത്തെ സാറേ എന്താണ്? അതില്ലേ ഈ പനി വരുമ്പോ എന്താണ് ഈ 37 ഡിഗ്രി കൂടില്ലേ? അപ്പൊ പനിയൊക്കെ വരുമ്പോ നമുക്ക് എന്താവും? 38, 39 ഒക്കെ ആവും. അപ്പൊ നല്ല പനിയാണെങ്കിൽ 40 ഒക്കെ ആവും. ചിലപ്പോ 40, 42 നമുക്ക് മരണം വരെ സംഭവിക്കാം. ഓക്കെ. അതേപോലെ 30 കുറഞ്ഞാലും പ്രശ്നം, 34, 33 ഒക്കെ ആയാലും പ്രശ്നമാണ് അല്ലേ? അപ്പോൾ നമ്മൾ മരണം സംഭവിക്കാം. അപ്പൊ 37 ഡിഗ്രിയാണ് സാധാരണ അളവിൽ നമുക്കൊരു ചൂട് വേണ്ടത്, താപനില വേണ്ടത്. ഇനി നോക്കാം ലബോറട്ടറി തെർമോമീറ്റർ. താപനില അളക്കാൻ സംസാരിക്കണ്ടായാലും അത് മ്യൂട്ട് ചെയ്യൂ. ആരാ മ്യൂട്ട് ചെയ്യാത്ത? വല്ല റിമൂവ് ചെയ്യേണ്ടി വരും കേട്ടോ. ഡിസ്റ്റർബൻസ് ആണ്. ക്ലാസ് ശ്രദ്ധിക്കുക. ആരാണത്? ഓക്കെ. ലബോറട്ടറി തെർമോമീറ്റർ, അതായത് താപനില അളക്കാൻ ലബോറട്ടറിയിൽ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാന്ന് പറയാ ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയാം. ലാബുകളിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ലബോറട്ടറി തെർമോമീറ്റർ. അപ്പൊ അവിടെയുള്ള വസ്തുക്കളുടെ ചൂടൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ ആണ്. ലബോറട്ടറി തെർമോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി ടു മെഷർ ടെമ്പറേച്ചർ. ലബോറട്ടറികളിലെ വസ്തുക്കളുടെ ചൂട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ. എന്താ വെച്ചേ? എന്ത് നോട്ടോ? നോട്ട് വിട്ടരും. കഴിഞ്ഞ ക്ലാസ് വിട്ടന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിന് നോട്ട് കിട്ടിയിട്ടില്ലേ? കിട്ടിയില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്ത് ലേറ്റോ എടുത്ത് കിട്ടി സാറേ. എക്കോ ഓഫ് ചെയ്യൂ. ഓക്കെ ആണോ? ഇപ്പൊ ഇതിൽ മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ ആണോ? ലബോറട്ടറി തെർമോമീറ്റർ ഒന്നും കൂടി പറയോ? പറയാലോ. അതായത് താപനില അളക്കാൻ വേണ്ടിയിട്ട് ലാബുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ. അപ്പോ മനുഷ്യന്റെ ചൂട് മാത്രല്ല, കുറെ വസ്തുക്കളുടെ ചൂടൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ ചൂടോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽസിന്റെ ചൂടൊക്കെ നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കാം. സാറേ ഇതിപ്പോ ഏതാ പാഠം? ഇത് ഹീറ്റ്. നമ്മൾ പാഠത്തിൽ ഇട്ടിങ്ങ ഫസ്റ്റ് പറഞ്ഞില്ലേ, താപം നിത്യജീവിതത്തിൽ, ഞാന് ഫസ്റ്റ് എവരിഡേ ലൈഫ്. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് കേരളത്തിലേക്ക് ഞാൻ ഫസ്റ്റ് കൂടി പറഞ്ഞു തരും കേട്ടോ. ഓക്കെ. ഹലോ, അസ്സലാമലൈക്കും. ഇനി നോക്കാം, ലാസ്റ്റ് ടോപ്പിക് ആണ് കടൽക്കാറ്റും കരക്കാറ്റും. കാറ്റ് രണ്ട് വിധത്തിലാണ്. കടൽക്കാറ്റും ഉണ്ട്, കരക്കാറ്റും ഉണ്ട്. സീ ബ്രീസും ഉണ്ട്, ലാൻഡ് ബ്രീസും ഉണ്ട്. സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്. നിർത്താൻ പറയോ? ആ ചാറ്റിംഗ് നിർത്തും. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കൂ. ഇനി ക്ലാസ് വേറെ കിട്ടൂല കേട്ടോ. ആരൊന്നും കൂടി പറയൂ.
നോക്കുക, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് എനിക്കത് ഞാൻ അതിൽ നോക്കാത്തതുകൊണ്ടാണ്. ഞാൻ അത് നോക്കിയാൽ പിന്നെ നിങ്ങൾക്കും ഡിസ്റ്റർബൻസ് ആവും. സ്ക്രീൻ തലക്കന്ന് ഇടേണ്ടി വരും. അപ്പൊ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നോക്കുക, കടൽക്കാറ്റ് പറഞ്ഞാല് പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ്. നമുക്കറിയാം, ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാല് പകൽ സമയത്ത് നല്ല കാറ്റായിരിക്കും അല്ലെ? അതായത് കടലിൽ നിന്ന് കാറ്റ് ഇങ്ങനെ വീശും പകൽ സമയത്ത്. ബീച്ചിലൊക്കെ കടലിൽ നിന്ന് ഉച്ചക്ക് പോയാലും എന്താവില്ല, വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. വെയിലുണ്ടെങ്കിലും നമുക്ക് കാറ്റ് ഇങ്ങനെ കിട്ടും അല്ലെ? അപ്പൊ പകൽ സമയത്താണ് കടൽക്കാറ്റ് ഉണ്ടാവുക. പകൽ സമയത്താണ് കടൽക്കാറ്റ് ഉണ്ടാവുക. അതായത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയണത്. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? പകൽ സമയത്താണ് ഉണ്ടാവുക. രാത്രിയാണ് നമുക്കറിയാം, നമ്മള് ബാക്കിൽ നിന്നാ കാറ്റ് വീശുക. നമ്മൾ ബീച്ചിലേക്ക് നമ്മൾ കടലിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിലേ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വീശും അല്ലെ? അപ്പൊ കരക്കാറ്റാ വരിക. അപ്പൊ രാത്രി സമയത്താണ് കരക്കാരുണ്ടാവുക. അതായത് രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് എന്ന് പറയണത്. അത് നല്ല തണുപ്പാണ്. അത് തണുപ്പുണ്ടാവും. തണുപ്പ് സമയത്താണ് തണുപ്പുണ്ടാവും. രാത്രി ആയതുകൊണ്ട് തണുപ്പുണ്ടാവും അല്ലെ? അപ്പോ പകൽ സമയത്താണെങ്കിൽ കടൽക്കാറ്റ്, രാത്രി സമയത്താണെങ്കിൽ കരക്കാറ്റ്. സീ ബ്രീസ് എന്ന് പറഞ്ഞാല് ദ വൈൻഡ് ബ്ലോവിംഗ് ഫ്രം ദ സീ. ഞാൻ പറയാട്ടോ, ദ വൈൻഡ് ബ്ലോയിങ് ഫ്രം ദ സീ ടു ദ ലാൻഡ് ഡ്യൂറിങ് ദ ഡേ. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. രണ്ടാമത്തത് കരക്കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. ലാൻഡ് ബ്രീസ്, എ വൈൻഡ് ബ്ലോവിംഗ് ഫ്രം ദ ലാൻഡ് ടു ദ സീ അറ്റ് നൈറ്റ്. വൈൻഡപ്പ് ചെയ്യാ. ഓക്കെ, അപ്പൊ ഇത്രയാണ് താപനിത്യ ജീവിതത്തിൽ എന്ന ചാപ്റ്റർ ഉള്ളത്. ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇനി ഫസ്റ്റ് വരാത്തവർക്ക്, അതിനിടയിൽ പാട്ട് പാടിയവർക്ക്, പാട്ട് കേട്ടവർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയില്ല കേട്ടോ, ലാസ്റ്റ് ആണേ. ഓക്കെ. ഓക്കെ, നമ്മളിന്ന് ഇല്ല ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഇത് കൺക്ലൂഷൻ കേൾക്ക് കേട്ടോ. താപം നിത്യജീവിതത്തിൽ, ഹീറ്റ് ഇൻ എവരിഡേ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇനി ആരും ഒരു കളിയില്ല കേട്ടോ, അത് ചാറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ കാര്യം ചെയ്തോട്ടെ. എന്ത്? ഇതൊരു ചാപ്റ്ററാ? അതെ, ഇത് ബേസിക് സയൻസിന്റെ ബുക്കിലില്ലല്ലോ. അത് വരും കേട്ടോ. അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് യുഎസ്എസിനുള്ള ഒരു ചാപ്റ്റർ ആണ്. പുതിയ ബുക്കല്ലേ? പുതിയ ബുക്കിൽ ഈ പറഞ്ഞില്ലല്ലോ. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് പാർട്ടിലുള്ളത്. ഇത് പാർട്ട് 2. ഓക്കെ. നോക്കാം, താപം നിത്യജീവി. എല്ലാരും ഓക്കെ ഇല്ലേ? അപ്പൊ എല്ലാം ശരിയായില്ലേ? ഇനി കേട്ടിരുന്നാ പോരെ? ഓക്കെ, താപം അപ്പൊ ഇടയിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഒന്നുകൂടി പറയാൻ കേട്ടോ. ഓക്കെ, താപം നിത്യജീവിതത്തിൽ, ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ്. അതായത് താപം എന്ന് പറഞ്ഞാല് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപത്തിനാണ് താപം എന്ന് പറയുന്നത്. Heat is form of energy that can change the state of matter. എന്ത്? ഒന്നുകൂടി പറയൂ. ഹീറ്റ് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുക. ഇപ്പൊ ഖരാണെങ്കിൽ ദ്രാവകമാക്കാൻ കഴിയും, ദ്രാവകമാണെങ്കിൽ വാതകമാക്കാൻ കഴിയും അല്ലെ? അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയില്ലേ? ഇങ്ങനെയുള്ള ഊർജ്ജ രൂപത്തിനാണ് താപം എന്ന് പറയുന്നത് അല്ലെ? താപോർജം. ഓക്കെ, ഓക്കെ ആണോ? പിന്നെ പഠിച്ചത് താപപ്രേഷണമാണ്. അതായത് താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. താപം ഒരിടത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക, ഇതിനാണ് താപപ്രേഷണം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് refers to the flow of heat from one place to another. ഓക്കെ, ഒന്നുകൂടി പറയൂ. അതായത് താപല്ലേ, ചൂട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക, ഇതിനാണ് എന്ത് പറയാ? താപപ്രേഷണം എന്ന് പറയുന്നത്.
Transmission of heat refers to the flow of heat from one place to another. അടുത്തത് ചാലനം. എന്താ ചാലനം പറഞ്ഞാല് ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകള് താപം സ്വീകരിച്ചിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. When heat is received at one end of a metal rod, the molecules at that end receive the heat and transfer it to the nearest molecules. This method of transmission of heat is called conduction. പിന്നെ പഠിച്ചത് ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. In solids, heat is transmitted through conduction. പിന്നെ പഠിച്ച സുജാലകങ്ങളാണ്. അതായത് താപം നന്നായി കടത്തിവിടുന്നവയാണ് സുജാലകങ്ങള്. ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം ഇതൊക്കെ എന്താണ്? സുജാലകങ്ങളാണ്. ചാലനം പറഞ്ഞാൽ എന്നറിയോ? ഞാൻ കുറെ വട്ടം പറഞ്ഞു, എന്നാലും പറയാട്ടോ. അതായത് ഒരു ലോഹക്കമ്പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇരുമ്പോ ചെമ്പോ എന്തോ ആയിക്കോട്ടെ, അതിന് ഒരു ഭാഗത്ത് ചൂടാകുമ്പോ ഒരു ഭാഗത്ത് ചൂടാകുമ്പോൾ അവിടെ താപം ലഭിക്കൂലേ? അങ്ങനെ താപം ലഭിക്കുമ്പോ തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് ഇങ്ങനെ താപം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ എന്താവും? ഫുള്ള് ആ വസ്തു ചൂടായിട്ട് മാറും. നമുക്കറിയാം അല്ലെ, ഒരു ഇരുമ്പിന്റെ വസ്തു നമ്മൾ തീയിൽ വെച്ച് കഴിഞ്ഞാല് അതിന് ചൂടായ ഭാഗത്ത് മാത്രമേ ചൂടുണ്ടാവുള്ളൂ. അല്ല, എല്ലാ ഭാഗത്തേക്കും ചൂട് വരൂലേ? എങ്ങനെയാണ് വരുന്നത്? തന്മാത്രകൾ ചൂട് കൈമാറ്റം ചെയ്യപ്പെടാണ്. ഓക്കെ, അതിനാണ് കണ്ടക്ഷൻ എന്ന് പറയാല്ലേ? അതിനാണ് കണ്ടക്ഷൻ എന്ന് പറയാ, ചാലനം എന്ന് പറയാം കേട്ടോ. When heat is received at one end of metal rod, the molecules at the end receive the heat and transfer it to the nearest molecule. This method of transmission is called as conduction. കണ്ടക്ഷൻ Is transmitted ത്രൂ കണ്ടക്ഷൻ അല്ലെ? ഖരങ്ങളില് കണ്ടക്ഷൻ വഴിയാണ് ചൂട് സഞ്ചരിക്കുന്നത്. ഇനി സുജാലകങ്ങൾ എന്താ പറഞ്ഞു? അതായത് താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് നമ്മൾ സുജാലകങ്ങൾ എന്ന് പറയാം. ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം ഒക്കെ എന്താണ്? താപം നന്നായിട്ട് കടത്തിവിടും. ഇനി താപം നന്നായി കടത്തിവിടാത്ത അല്ലെ, അതായത് ചാലനമായി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകം എന്ന് പറയും. പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, മരക്കഷ്ണം, ഗ്ലാസ് റോഡ് ഒക്കെ ഉണ്ടാവില്ല, താപം നന്നായി കടത്തിവിടൂല. Substances which do not allow heat to pass through them are called pure conductors. സാറേ, അപ്പൊ ഈ അടുപ്പിലൊക്കെ ഈ PVC പൈപ്പൊക്കെ ഇടക്കിടക്ക് ഊതില്ലേ? എന്ത്? അടുപ്പിലേക്ക് ഊതുമ്പോ ചിലപ്പോ തീ PVC പൈപ്പിന്റെ ഉള്ളിൽ കൂടെ PVC പൈപ്പ് എന്താവില്ല, എന്തുകൊണ്ടാ അത് PVC പൈപ്പ് കൊണ്ട് അറിയോ? അതെന്താവില്ല, ചൂട് കയ്യുമ്മക്ക് വരൂല അല്ലെ? ഇരുമ്പാണെങ്കിൽ അപ്പൊ ചൂട് കയ്യുമ്മക്ക് വരും. ഓക്കെ, ഇനി സംവഹനം. സംവഹനം എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഖരത്തിലാണ്, സോളിഡിലാണ്. ഇനി പിന്നെ പറഞ്ഞത് വാതകങ്ങളിലും ദ്രാവകങ്ങളിലും. ഇവിടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മറ്റേത് തന്മാത്ര അങ്ങനെ കൈമാറി പോവുകയാണ്. ഇത് തന്മാത്ര തന്നെ സ്ഥാനം മാറാണ് അല്ലെ? ലിക്വിഡിലും ഗ്യാസിലും തന്മാത്രകൾ, ദ്രാവകത്തിലും വാതകത്തിലും തന്മാത്രകൾ തന്നെ താപം കൈമാറ്റം, സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വികിരണം. അതായത് ഒരു മാധ്യമത്തിന്റെയും സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. അതായത് ഇപ്പൊ സൂര്യന്റെ, ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ, ഒരു തീ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാല് അതിന് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചൂട് വരും. അടുത്ത് നിൽക്കുമ്പോൾ ചൂട് വരും. അത് എന്തെങ്കിലും മാധ്യമം, മീഡിയം വഴിയാണോ? അല്ല, ഒരു മീഡിയവും അല്ല, ഒരു ഇരുമ്പോ ചെമ്പോ ഒന്നും ഇല്ല. വെറുതെ നമുക്ക് ചൂട് വരികയാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ വരുന്ന രീതിക്കാണ് വികിരണം എന്ന് പറയാം. എല്ലാ ദിശയിലേക്കും ഈ വികിരണം ഉണ്ടാവും. സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് എന്താണ്? ഈ വികിരണം വഴിയാണ്. അതുപോലെ ഇരുണ്ടതോ അല്ലെങ്കിൽ റഫായതോ അല്ലെങ്കിൽ പരുപരുത്തതായ പ്രതലങ്ങളെക്കാൾ വെളുത്തത് മിനുസുള്ളതായ പ്രതലങ്ങളാണ് വികിരണ താപത്തെ കൂടുതൽ പ്രതിപാദിക്കുക. കൺവെക്ഷന്റെ മലയാളം എന്തേന്? സംവഹനം. സംവഹനം.
Radiation is the method by which it is transmitted through without the help of a medium. It is transmitted to all directions through radiation. Heat from the sun reaches the earth by radiation. White or smooth surfaces reflect radiant heat more than black or rough surfaces. ഇനി ഖരവസ്തുക്കളുടെ താപീയ വികാസം. ഖരവസ്തുക്കൾ താപം ലഭിക്കുമ്പോൾ താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കും, തണുക്കുമ്പോൾ സങ്കോചിക്കും അല്ലെ. Thermal expansion of solids. Solids expand when heated and contract on cooling. ദ്രാവകങ്ങളിലെ താപീയ വികാസം. ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, ദ്രാവകങ്ങൾ തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. സോളിഡ് ഒന്നും കൂടി പറയോ? സോളിഡ് ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഈ സംഭോജിക്കുക സങ്കോചിക്കാന ചുരുങ്ങുക, ചെറുതാവുക. ഓക്കെ, ഇംഗ്ലീഷിലൊന്ന് പറയൂ. കോൺട്രാക്ഷൻ, എക്സ്പാൻഷനും കോൺട്രാക്ഷനും. എക്സ്പാൻഷൻ വികസിക്കുക, കോൺട്രാക്ഷന് സങ്കോചിക്കുക. ഓക്കെ, എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ഇനി ദ്രാവകങ്ങൾ അങ്ങനെ തന്നെ, ചൂടാക്കുമ്പോ വികസിക്കും. ദ്രാവകങ്ങള് ചൂടാക്കുമ്പോ വികസിക്കും. കോൺട്രാക്ട്, എക്സ്പാൻഡ് ചെയ്യും. വികസിക്കാന്നാൽ എക്സ്പാൻഡ് ചെയ്യാം. ദ്രാവകങ്ങൾ തണുക്കുമ്പോ സങ്കോചിക്കും. അതായത് കൂളാകുമ്പോ എന്താകും? കോൺട്രാക്ട്. രണ്ടും സെയിം അല്ലേ? ദ്രാവകങ്ങളാണെങ്കിലും വാതകങ്ങളാണെങ്കിലും ദ്രാവകങ്ങളാണെങ്കിലും പിന്നെ ഖരമാണെങ്കിലും മൂന്നും സെയിം ആണ് അല്ലെ. അതായത് ചൂടാക്കുമ്പോ വികസിക്കും, തണുക്കുമ്പോ സങ്കോചിക്കും. ചൂടാക്കുമ്പോ എക്സ്പാൻഡ് ചെയ്യും, തണുക്കുമ്പോ കോൺട്രാക്ട് ചെയ്യും. ഗ്യാസും അങ്ങനെ തന്നെ. ഇനി നോക്കാം താപനില. ടെമ്പറേച്ചർ അതായത് ഇറ്റ് ഈസ് എ ടേം ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെ. താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണെന്ത്? താപനില എന്ന് പറയുന്നത്. ഡിഗ്രി സെൽഷ്യസിലോ ഡിഗ്രി ഫാരൻഹീറ്റിലോ താപനില നമ്മൾ ഉപയോഗിക്കുന്നു. എന്നീ അളവുകളിൽ താപനില നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പഠിച്ചെന്താണ്? തെർമോമീറ്റർ അല്ലെ. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. അപ്പൊ തെർമോമീറ്റർ രണ്ടെണ്ണം ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്, അതേപോലെ ലബോറട്ടറി തെർമോമീറ്റർ ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. A clinical thermometer is used to measure body temperature. ഇനി മനുഷ്യന്റെ ശരീര താപനില എന്ന് പറഞ്ഞാല് സാധാരണ അവസ്ഥ മനുഷ്യന്റെ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 98.6 ഡിഗ്രീസ് ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ലബോറട്ടറി തെർമോമീറ്റർ പറഞ്ഞാല് ശരീരത്തിന്റെ താപനില അളക്കാൻ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ലബോറട്ടറി തെർമോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി ടു മെഷർ ടെമ്പറേച്ചർ. എന്ത് ചോദ്യത്തിന്റെ അർത്ഥം ഉത്തരം പറഞ്ഞുതരുമോ? അതിന്റെ Both good conductors and poor conductors are used in the same vessel. Explain the reason for this. Find more examples. അതായത് കണ്ടക്ടർ ഉണ്ട്, ഗുഡ് കണ്ടക്ടർ ഉണ്ട്, ബാഡ് കണ്ടക്ടർ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? അപ്പൊ നമ്മളെ ഒരു വസ്തു ചൂടാക്കാണ് കരുതിക്കോ. അപ്പൊ നമ്മളൊരു വസ്തു ചൂടാക്കാണ്, ഒരു ചട്ടി ചൂടാക്കാണ് അല്ലെ. ചട്ടി ചൂടാക്കാന്ന് കരുതുക. നമ്മള് ആ ചട്ടി എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? ഒരു ശീല കഷ്ണം ഉപയോഗിക്കൂലേ? എന്തിനാ ശീല കഷ്ണം ഉപയോഗിക്കണതിനാ? നമ്മൾ കൈമുക്ക് ചൂട് വരാക്കാനല്ലേ. അപ്പൊ ശീല കഷ്ണം ബാഡ് കണ്ടക്ടർ അല്ലേ? മനസ്സിലായില്ല? അപ്പൊ നമ്മളെ ചായപാത്രത്തിനൊക്കെ ചിലപ്പോ ഉണ്ടാവും അതിന്റെ പിടി എന്താ? പാൻ ഉണ്ടല്ലേ, പാനിന്റെ എന്താ അതിന്റെ പിടി എന്താ? പ്ലാസ്റ്റിക്കിന്റെ ആയിരിക്കും അല്ലെ. അതിന്റെ പിടി പ്ലാസ്റ്റിക്. അപ്പൊ പ്ലാസ്റ്റിക് പ്യുവർ കണ്ടക്ടറും ഈ പാൻ എന്നുള്ളത് ഗുഡ് കണ്ടക്ടറും അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ
പ്ലാസ്റ്റിക് പൂവർ കണ്ടക്ടർ ആണ്. ചൂട് നന്നായി കടത്തി വിടൂല. സാറേ ഉം. അപ്പൊ സ്റ്റീലില് എന്താണ് നമ്മള് വല്ല ചൂടുവെള്ളം ഒഴിക്കുമ്പോ പക്ഷെ കയ്യിൽ തൊടുമ്പോ നല്ല കൈ പൊള്ളണ പോലെയുണ്ട്. സ്റ്റീല് ഗുഡ് കണ്ടക്ടർ ആണ്. അപ്പൊ സാറേ എന്താ ക്ലോത്ത്സ് ഈ ക്ലോത്ത്സ് എന്ന് പറയുന്നത് ഇൻസുലേറ്റർ അല്ലേ? ഗ്ലൗസ് അല്ലേ? അതെ, ഇൻസുലേറ്റർ അല്ലെങ്കിൽ പൂവർ കണ്ടക്ടർ എന്ന് പറയാം കേട്ടോ. ഇനിയിപ്പം ലാസ്റ്റ് പഠിച്ചത് കടൽക്കാറ്റും കരക്കാറ്റും ആണ് അല്ലെ. കടൽക്കാറ്റ് സിമ്പിൾ ആണ്. അതിന്റെ സമയം നോക്കുക. പകൽ സമയത്ത് കടലിൽ നിന്ന് വീശുന്ന കാറ്റ് കടൽക്കാറ്റ് അല്ലെ. The wind blowing from the sea to the land during the day. അതേപോലെ കരക്കാറ്റ് പറഞ്ഞാൽ രാത്രി സമയത്താണ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ്. ലാൻഡ് ബ്രീസ് ആണ് wind blowing from the land to the sea at night. ഓക്കെ, എത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ ഉള്ളത്? താപം എന്ന ചാപ്റ്റർ, താപം നിത്യജീവിതം ചാപ്റ്റർ ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, ഇനി താപനില അളക്കാൻ ഏത് തെർമോമീറ്റർ ഉപയോഗിക്കാം? ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഒന്ന് ശരി അല്ലേ? ഓക്കെ അല്ലേ? ക്ലാസ് ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. എന്താടാ? അന്തരീക്ഷ താപനില അളക്കാൻ ഏതാ ഉപയോഗിക്കുക? എന്താ വെച്ചത്? കേട്ടില്ല. അന്തരീക്ഷ താപനില അളക്കാൻ ഏതാ ഉപയോഗിക്കുക? അന്തരീക്ഷ താപനില അളക്കാൻ ഉപയോഗിക്കണ കേട്ടോ തെർമോമീറ്റർ. അപ്പൊ സാറേ അനിമോമീറ്റർ എന്താ? എന്താണ് വെച്ചേ? അനിമോമീറ്ററോ? അനിമോമീറ്റർ നമ്മള് സ്പീഡും ഈ കാറ്റിന്റെ ഒക്കെ സ്പീഡ് ഇല്ലേ, അതളക്കാൻ ഉപയോഗിക്കണം കേട്ടോ അനിമോമീറ്റർ. ഓക്കെ ഓക്കെ, ശരി കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു.